ഇനി നോക്കാം പ്രവാസ ലോകത്തെ വാർത്തകൾ. H1B വിസ പദ്ധതി പരിഷ്കരിക്കാൻ ട്രംപ് ഭരണകൂടം. ലോട്ടറി സമ്പ്രദായം നിർത്തലാക്കും. ലോട്ടറി സമ്പ്രദായം എല്ലാ അപേക്ഷകരെയും തുല്യമായി പരിഗണിക്കുന്നുവെന്നാണ് സർക്കാർ നിരീക്ഷണം. പകരം കൂടുതൽ യോഗ്യതയും ശമ്പളവും വൈദഗ്ധ്യവുമുള്ളവർക്ക് മുൻഗണന നൽകുന്ന രീതി നടപ്പാക്കാനാണ് ആലോചന. ഇതിന്റെ ഭാഗമായി 4 പുതിയ ശമ്പള ബാൻഡുകൾ സൃഷ്ടിക്കും. ഏറ്റവും ഉയർന്ന ശമ്പളം ലഭിക്കുന്ന അപേക്ഷകരെ 4 തവണ വിസയ്ക്കായി പരിഗണിക്കും. കുറഞ്ഞ വേതനം ലഭിക്കുന്നവരെ 1 തവണ മാത്രമായിരിക്കും പരിഗണിക്കുക. അമേരിക്കൻ സർവകലാശാലകളിൽ പഠിക്കുന്ന വിദേശ വിദ്യാർത്ഥികൾക്കും ഇത് ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. അതേസമയം H1B വിസ ഫീസ് ഉയർത്തിയതിൽ ഡോക്ടർമാർക്കും നഴ്സുമാർക്കും അമേരിക്ക ഇളവ് നൽകിയേക്കുമെന്നാണ് റിപ്പോർട്ട്. ആരോഗ്യ മേഖലയിൽ രാജ്യ താൽപര്യം ഉയർത്തിപ്പിടിക്കാൻ ലക്ഷ്യമിട്ടാണ് ഇളവ് പരിഗണിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അബുദാബിയിലെ ആദ്യ ഫ്ലോട്ടിംഗ് ഹോട്ടൽ യാസ് മറീന തുറന്നു. 990 ദിർഹം, അതായത് 24,000 രൂപ മുതലാണ് ഒരു രാത്രിയിലെ താമസത്തിനുള്ള ചെലവ്. യാസ് മറീനയിലെ ഓർക്കിഡ് ഓവർനൈറ്റ് സൂപ്പർ യൂട്ടിൽ 31 മുറികളുണ്ട്. 2 കിടക്കകളുള്ള 24 സുപ്പീരിയർ മുറികൾ, എൻസ്യൂട്ട് ബാത്റൂമുകളുള്ള 4 VIP റൂമുകൾ, ലിവിംഗ് ഏരിയ, സോഫ ബെഡ്, ഹോട്ട് ടബ് എന്നിങ്ങനെ 3 റോയൽ സ്യൂട്ടുകളും ഉൾപ്പെടും. ഒക്ടോബറിൽ സൺഡൗണർ ഡിന്നർ ക്രൂസുകൾ ആരംഭിക്കും. വിവാഹം, സമ്മേളനം, യോഗങ്ങൾ ഉൾപ്പെടെ കോർപ്പറേറ്റ് ഇവന്റുകൾ എന്നിവ നടത്താനും അനുയോജ്യമാണ്. ദുബായിലെ ഫ്ലോട്ടിംഗ് ഹോട്ടൽ ഒക്ടോബർ 1 തുറക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എമിറേറ്റ്സ് വിമാനങ്ങളിൽ പവർ ബാങ്കുകൾ കൊണ്ടുപോകുന്നതിന് പുതിയ നിയമം വരുന്നു. ഒക്ടോബർ 1 മുതൽ കർശന നിയമം പ്രാബല്യത്തിൽ വരും. എമിറേറ്റ്സ് വിമാനത്തിനുള്ളിൽ പവർ ബാങ്കുകൾ ഉപയോഗിക്കുന്നത് പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. വിമാനങ്ങളുടെ സുരക്ഷ പരിഗണിച്ചാണ് നിയമം കൊണ്ടുവരുന്നത്. ലിഥിയം അയൺ ബാറ്ററികൾക്ക് തീപിടിക്കുന്ന ഉൾപ്പെടെയുള്ള സുരക്ഷാ ഭീഷണികൾ അടുത്തിടെ വർദ്ധിച്ചു വരുന്നതിനാണ് കർശന നടപടി കൊണ്ടുവരുന്നത്. പുതിയ നിയമപ്രകാരം പവർ ബാങ്ക് ഉപയോഗിച്ച് ഒരു ഉപകരണവും ചാർജ് ചെയ്യാനോ അല്ലെങ്കിൽ വിമാനത്തിലെ ചാർജിംഗ് പോർട്ടുകൾ ഉപയോഗിച്ച് പവർ ബാങ്ക് ചാർജ് ചെയ്യാനോ പാടില്ല. ഇനി യാത്രക്കാർക്ക് ഒരു പവർ ബാങ്ക് കൈവശം വയ്ക്കാം. അത് ക്യാബിൻ ബാഗേജിൽ സൂക്ഷിക്കണം. ചെക്ക് ഇൻ ലഗേജിൽ പവർ ബാങ്കുകൾ അനുവദനീയമല്ല. ക്യാബിനിൽ എളുപ്പത്തിൽ ആക്സസ് ചെയ്യാവുന്ന സ്ഥലങ്ങളിൽ പവർ ബാങ്കുകൾ സൂക്ഷിക്കുന്നതിലൂടെ തീപിടുത്തമുണ്ടായാൽ തന്നെ പരിശീലനം ലഭിച്ച ക്യാബിൻ ജീവനക്കാർക്ക് വേഗത്തിൽ പ്രതികരിക്കാനും തീയണയ്ക്കാനും സാധിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.